ഹലോ, ഇന്നൊരു സിമ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് തേങ്ങ, ജീരകം, മഞ്ഞൾ, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു. അതിൽ തൈരൂടെ ചേർത്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ചട്ടി അടുപ്പിൽ വെച്ച് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കടുക് വറുക്കാനുള്ള സാധനങ്ങൾ അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുറത്ത് അടുപ്പിൽ ചെയ്യുന്നതുകൊണ്ട് എല്ലാം വേഗത്തിൽ ചെയ്യാനായിട്ട് ഉള്ളിയും ഉണക്കമുളകും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചട്ടിയുടെ വെള്ളം ഒന്ന് തോർന്നോട്ടെ. ഞങ്ങളിവിടെ കുക്കിങ്ങൊക്കെ കൂടുതലും വിറകടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് നാട്ടിൻപുറമായതുകൊണ്ട് വിറകൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഗ്യാസിന് ഇപ്പോൾ അത്യാവശ്യം നല്ല വില തന്നെയല്ലേ. ചട്ടി തോന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇച്ചിരി ഒരു സമയം എടുക്കും അതൊന്ന് ചൂടായി വരാനായിട്ട്. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കടുകിട്ട് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വെക്കണം കേട്ടോ. അതൊന്ന് ചൂടായി തുടങ്ങിയപ്പോഴത്തേക്കും അതിൽ ഞാൻ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ചുവന്ന കളറായി വരാൻ ഒരിത്തിരി സമയം എടുക്കും. തീ മാക്സിമം ഞാൻ കുറച്ച് വെച്ചേക്കാണേ. വിറകൊരു ചെറിയൊരു കഷ്ണം വിറക് മാത്രമേ അടുപ്പിൽ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് ചുവന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഉള്ളി ചുവന്ന് വരുമ്പോൾ നല്ലൊരു മണമാണ്. ഞാൻ ആദ്യം അരച്ച് വെച്ചിരുന്ന അരപ്പ് തൈരൂടെ ഒഴിച്ച് അരച്ചത് ഞാൻ അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളിശ്ശേരി വയ്ക്കുമ്പോൾ നമുക്കത് തിളയ്ക്കേണ്ട, നന്നായിട്ടൊന്ന് പതഞ്ഞ് ചൂടായി വന്നാൽ മതിയേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂണ് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഉലുവാപ്പൊടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു രുചിയാണ് പുളിശ്ശേരിക്ക്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആവി വരുന്നുണ്ട്. ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ പോവുകയാണ്. ഇതാ നമ്മളെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. സിമ്പിളാണേ.